ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ത്യൻ മണ്ണിൽ ചരിത്രവിജയം കൊയ്തിരിക്കുകയാണ് ന്യൂസിലാൻഡിന്റെ രണ്ടാം നിര ടീം. നിർണായകമായ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യയെ 41 റൺസിന് നാണം കെടുത്തി പരമ്പര അവർ 2-1 വരെനു കൈക്കലാക്കി. ഇതാദ്യമായാണ് കിവികൾ ഇന്ത്യയിൽ ഒരു ഏകദിന പരമ്പര ജയിച്ചത്. എന്നാൽ 2023 മാർച്ചിനു ശേഷം ആദ്യമായാണ് നാട്ടിൽ ഒരു പരമ്പര ഇന്ത്യ കൈവിട്ടത്. 338 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ് ഇന്ത്യക്കു ന്യൂസിലാൻഡ് നൽകിയത്. വിരാട് കോഹ്ലി 124 തകർപ്പൻ സെഞ്ചുറിയുമായി ഒറ്റയാൾ പോരാട്ടം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. 4 ഓവർ ബാക്കി നിൽക്കെ 296 റൺസിൽ ഇന്ത്യയുടെ പോരാട്ടം അവസാനിച്ചു. 108 ബോളിൽ 10 ഫോറും 3 സിക്സറും അടങ്ങുന്നതാണ് കോഹ്ലിയുടെ ഇന്നിംഗ്സ്. വാലറ്റത്ത് നിതീഷ് റെഡ്ഡിയും 53, ഹർഷിത് റാണയും 52 ഫിഫ്റ്റികൾ നേടിയെങ്കിലും ടീമിനെ ജയിപ്പിക്കാൻ അത് മതിയായിരുന്നില്ല. കിവീസിനായി സക്കാരി ഫോക്സും ക്രിസ്റ്റ്യൻ ക്ലാർക്കും 3 വീതം വിക്കറ്റുകളെടുത്തു. 13 ഓവറിനിടെ 71 റൺസാവുമ്പോഴേക്കും 4 വിക്കറ്റ് കൈവിട്ടപ്പോൾ തന്നെ ഇന്ത്യൻ തോൽവി ഉറപ്പായിരുന്നു. രോഹിത് ശർമ്മ 11, ഗിൽ 23, ശ്രേയസ് അയ്യർ 3, KL രാഹുൽ 1 എന്നീ 4 വലിയ വിക്കറ്റുകൾ നഷ്ടമായതോടെയാണ് ഇന്ത്യ ബാക്ക്ഫുട്ടിലായത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട ന്യൂസിലാൻഡ് 8 വിക്കറ്റ് നഷ്ടത്തിലാണ് 337 റൺസെന്ന കൂറ്റൻ ടോട്ടൽ പടുത്തുയർത്തിയത്. ഇതിന് അവരെ സഹായിച്ചതാവട്ടെ മിച്ചലിന്റെ തുടർച്ചയായ 2ാം സെഞ്ചുറിയും ഗ്ലെയ്ൻ ഫിലിപ്സിന്റെ സെഞ്ചുറി നേട്ടവുമാണ്. ഇന്ത്യൻ ബൌളർമാരെ വെള്ളം കുടിപ്പിക്കുന്ന പതിവ് മിച്ചൽ ഈ കളിയിലും തെറ്റിച്ചില്ല. 137 റൺസുമായി അദ്ദേഹം കിവി ഇന്നിംഗ്സിന്റെ അമരക്കാരനായി മാറി. 131 ബോളിൽ 15 ഫോറും 3 സിക്സറും ഉൾപ്പെട്ടതാണ് മിച്ചലിന്റെ ഇന്നിംഗ്സ്. ഫിലിപ്സ് ആവട്ടെ 88 ബോളിൽ 9 ഫോറും 3 സിക്സറുമടക്കം 106 റൺസും നേടി ക്രീസ് വിട്ടു. വിൽ യങ് 30, ക്യാപ്റ്റൻ മൈക്കൽ ബ്രേസ്വെൽ 28 എന്നിവരും മോശമല്ലാത്ത സംഭാവനകൾ നൽകി. വൻ തകർച്ചയോടെയാണ് കിവികൾ തുടങ്ങിയത്. 2ാം ഓവറിൽ തന്നെ ഓപ്പണർമാരായ ഡെവൻ കോൺവേ 5, ഹെൻറി നിക്കോൾസ് 0 എന്നിവരെ ഇന്ത്യ മടക്കിയതോടെ കിവികൾ 5 റൺസിന് 2 വിക്കറ്റിലേക്ക് കൂപ്പുകുത്തി. 3ാം വിക്കറ്റിൽ മിച്ചൽ യങ് സഖ്യം 53 റൺസിന്റെ കൂട്ടുകെട്ടുമായി കിവികളെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. തൊട്ടുമുമ്പത്തെ കളിയിൽ സെഞ്ചുറി കൂട്ടുകെട്ടുമായി ഇന്ത്യയെ തോൽവിയിലേക്ക് തള്ളിയിട്ട ഈ ജോഡിയെ പക്ഷേ അധികനേരം ക്രീസിൽ നിർത്തിയില്ല. ടീം സ്കോർ 58 നിൽക്കെ യങ്ങിനെ ഇന്ത്യ മടക്കി. എന്നാൽ 4ാം വിക്കറ്റിൽ മിച്ചൽ ഫിലിപ്സ് ജോഡി 219 റൺസിന്റെ വമ്പൻ കൂട്ടുകെട്ടുമായി മത്സരം ഇന്ത്യയിൽ നിന്നും തട്ടിയെടുത്തു. വെറും 186 ബോളുകളിലാണിത്. 44ാം ഓവറിൽ ഫിലിപ്സ് മടങ്ങുമ്പോഴേക്കും കിവികൾ 4 വിക്കറ്റിന് 277 റൺസെന്ന അതിശക്തമായ നിലയിലെത്തിയിരുന്നു. ഇന്ത്യയ്ക്കുവേണ്ടി അർഷ്ദീപ് സിംഗും ഹർഷിത് റാണയും 3 വിക്കറ്റുകൾ വീതമെടുത്തുവെങ്കിലും റണ്ണൊഴുക്ക് പിടിച്ചു നിർത്തുന്നതിൽ പരാജയപ്പെട്ടു. അർഷ്ദീപ് 7-നടുത്തും ഹർഷിത് 9-നടുത്തും ഇക്കോണമി റേറ്റിലാണ് റൺസ് വിട്ടുകൊടുത്തത്. നേരത്തെ ടോസ് ലഭിച്ച ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ ബൌളിംഗാണ് തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ മത്സരത്തിലെ ടീമിൽ ഒരു മാറ്റത്തോടെയാണ് ഇന്ത്യ ഇറങ്ങിയത്. പ്രസിദ്ധ് കൃഷ്ണയെ ഒഴിവാക്കി പകരം ഹർഷ്ദീപ് സിംഗിന് അവസരം നൽകി. മറുഭാഗത്ത് കിവികൾ 2ാം ഏകദിനത്തിലെ അതേ ടീമിനെ തന്നെ നിലനിർത്തുകയും ചെയ്തു. അതേസമയം വഡോദരയിലെ ആദ്യ മത്സരത്തിൽ വിജയത്തോടെ തുടങ്ങാൻ ഇന്ത്യയ്ക്കായിരുന്നു. റൺചേസിൽ അവസാന ഘട്ടത്തിൽ അല്പമൊന്ന് വിയർത്തുവെങ്കിലും 4 വിക്കറ്റിന് കളി ജയിച്ചു കയറാൻ ടീമിന് കഴിഞ്ഞു. വിരാട് കോഹ്ലിയുടെ 93 ഇന്നിംഗ്സാണ് ജയത്തിൽ നിർണായകമായി മാറിയത്. പക്ഷേ രാജ്കോട്ടിലെ അടുത്ത കളിയിൽ ന്യൂസിലാൻഡ് ശക്തമായി തിരിച്ചടിച്ചു. 7 വിക്കറ്റിന്റെ ആധികാരിക വിജയമാണ് അവർ സ്വന്തമാക്കിയത്. 285 റൺസിന്റെ വിജയലക്ഷ്യം വെറും 3 വിക്കറ്റിന് കിവികൾ മറികടന്നു. ഇന്ത്യൻ മണ്ണിൽ ന്യൂസിലാൻഡിന്റെ എക്കാലത്തെയും വലിയ റൺചേസ് കൂടിയാണിത്.